സൗമ്യ വധക്കേസിൽ ശിക്ഷ അനുഭവിക്കുന്നതിനിടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ ഗോവിന്ദച്ചാമി പിടിയിൽ. പോലീസ് പിടികൂടിയത് 4 കിലോമീറ്റർ അകലെ തളാപ്പിലെ വീട്ടുകിണറ്റിൽ നിന്നും. ജയിലിലുണ്ടായത് കനത്ത സുരക്ഷാ വീഴ്ച. 4 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. വിശദമായി അന്വേഷിക്കുമെന്ന് ജയിൽ മേധാവി. പിടികൂടാൻ സഹായിച്ച ജനങ്ങൾക്ക് നന്ദി പറഞ്ഞ പോലീസ്. ഉന്നയിച്ച പല ആരോപണങ്ങൾക്കും പിന്നീട് വരുന്ന സംഭവങ്ങൾ അടിവരയിടുന്നു. ആരോഗ്യമന്ത്രി പറഞ്ഞ പോലെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്, സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. ഇതല്ല സിസ്റ്റം, അതാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ സിസ്റ്റം അതായിരുന്നു. അതാണ് സംഭവിച്ചത്. നാണക്കേടിന്റെ പടുകുഴിയിൽ ജയിൽ വകുപ്പ്. വൈദ്യുതി വേലി പോലും കൊടും കുറ്റവാളിക്ക് തടസ്സമായില്ല. ചാടിപ്പോയത് അറിയാനും വൈകി. പോലീസിനെ വിവരം അറിയിച്ചത് രാവിലെ 7 മണിക്ക്. കണ്ടെത്താൻ സഹായിച്ചത് നാട്ടുകാരനായ വിനോജിന് തോന്നിയ സംശയം. ഞാൻ നോർമലി വണ്ടി ഓടിക്കുന്ന ആ ഇട സൈഡ് തന്നെയാണ് അയാൾ വന്നിട്ടുണ്ടായിരുന്നത്. തൊട്ടടുത്ത ഒരു ചായക്കടയിലുള്ള ഒരാളോട് ചോദിച്ചു, ഇന്ന ആളാണോ സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ നമുക്ക് നോക്കാം, ഇതാ ഗോവിന്ദസ്വാമി എന്ന് വിളിക്കുമ്പോഴേക്കും തന്നെ ആളോടൻ തന്നെ മതിൽ, ഈ പണി നടക്കുന്ന വീടിൻ്റെ ഉള്ളിലെ മതിലേക്ക് വന്ന് ആ മതിലെടുത്ത് ചാടി കാട്ടിലേക്ക് പോകണം ചെയ്തിട്ടുണ്ട്. സ്കൂൾ സമയമാറ്റം പിൻവലിച്ചേക്കില്ല. സമസ്തയടക്കമുള്ള സംഘടനകളുമായി ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ചർച്ചയിൽ മുൻധാരണയില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും കനത്ത മഴ മുന്നറിയിപ്പ്. 2 ജില്ലകളിലും 3 താലൂക്കുകളിലും അവധി. നെയ്യാർ റിസർവോയറിലും കോഴിക്കോട് പുഴയിലും യുവാക്കൾ മുങ്ങിമരിച്ചു. തിരുവല്ലയിൽ കാർ കുളത്തിലേക്ക് വീണും മരണം.